മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ മണ്ഡലമായ കണ്ണൂരിലെ ധർമ്മടത്തിൽ കോൺഗ്രസ് ഇക്കുറി ഇറക്കാൻ പോകുന്ന സർപ്രൈസ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലാണോ? അങ്ങനെയാണ് മലബാറിലിപ്പോൾ പ്രചരിക്കുന്ന വാർത്ത. ഷാഫി ആൾ ചില്ലറക്കാരനല്ല എന്ന് അദ്ദേഹത്തിന്റെ മത്സരചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും. പാലക്കാട് നിന്ന് ഷാഫി നിയമസഭയിലേക്ക് ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ടത് 2011-ലായിരുന്നു. അന്ന് സിപിഎമ്മിലെ സിറ്റിംഗ് എംഎൽഎ കെ ദിവാകരനെ 7403 വോട്ടുകൾക്ക് തോൽപ്പിച്ചാണ് ഷാഫി ജയിച്ചത്. 2016-ൽ ഷാഫി ജയം ആവർത്തിച്ചു. അന്ന് ബിജെപിയിലെ ശോഭാ സുരേന്ദ്രനെയാണ് 17483 വോട്ടിന് തോൽപ്പിച്ചത്. സിപിഎമ്മിന്റെ എൻ കൃഷ്ണദാസ് 3ാം സ്ഥാനത്തേക്ക് പോയി. 2021-ൽ ഷാഫി തുടർച്ചയായി 3ാമതും പാലക്കാട്ട് ജയിച്ചു. അന്ന് ബിജെപിയിലെ ഇ ശ്രീധരനെ 3859 വോട്ടുകൾക്കാണ് തോൽപ്പിച്ചത്. 2024-ൽ കോൺഗ്രസ് പാർട്ടി ഷാഫിയെ വടകര പാർലമെന്റ് സീറ്റിലേക്ക് സർപ്രൈസ് സ്ഥാനാർത്ഥിയായി നിയോഗിച്ചു. അന്ന് ഷാഫി തോൽപ്പിച്ചത് ചില്ലറക്കാരിയെയല്ല. 2021-ലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ റെക്കോർഡ് ഭൂരിപക്ഷം നേടിയ സിപിഎമ്മിലെ കെ ശൈലജയെയാണ് ഷാഫി 1,14,506 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തവണ മത്സരിക്കുകയാണെങ്കിൽ അത് 7ാമത്തെ പ്രാവശ്യമായിരിക്കും. ആദ്യം 1970-ൽ കൂത്തുപറമ്പ് മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പിണറായി വിജയൻ തുടർന്ന് 2 തവണ കൂടി തുടർച്ചയായി ജയിച്ച ശേഷം 1996-ൽ പയ്യന്നൂരിലേക്ക് മാറി അവിടെ ജയിച്ചു. തുടർന്ന് 2016, 2021 ടേമുകളിൽ ധർമ്മടത്ത് നിന്ന് ജയിച്ചു. ആദ്യം ധർമ്മടത്ത് നിന്ന് ജയിച്ച് മുഖ്യമന്ത്രിയായ പിണറായിക്ക് 2016-ൽ 36,905 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നെങ്കിൽ 2021-ൽ അത് 50,123 വോട്ടായി വർദ്ധിച്ചു. 2024-ൽ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ധർമ്മടത്ത് സിപിഎമ്മിന്റെ ലീഡ് 2616 കുറഞ്ഞു. കെ സുധാകരനാണ് ആ ലീഡ് കുറച്ചുകൊണ്ടുവന്നത്. കെ ശൈലജ 60,963 വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിച്ച മട്ടന്നൂരിൽ ലീഡ് 3034 കുറഞ്ഞു. പാർട്ടിക്കോട്ടകളെ ഞെട്ടിക്കുന്നതായിരുന്നു ഇത്. എന്നാൽ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ധർമ്മടം മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിൽ 7ലും LDF ആണ് ജയിച്ചത്. ഒരിടത്ത് സമനിലയാവുകയും ചെയ്തു. എങ്കിലും ഷാഫി വരുമ്പോൾ ധർമ്മടത്ത് ഒരു മത്സരം ഉണ്ടായേക്കാം.